ഒരു തരത്തിലും ഈ സംസ്ഥാനത്ത് ഒരു മാറ്റത്തിന്റെ ചലനം കാണാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കില്ല. ഒരു ഭരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഭരണമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്കറിയാം, നമ്മുടെ നാട്ടുകാരനാണ്. ആരാണെന്നാണ് അദ്ദേഹം ധരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ധിക്കാരപരമായ പെരുമാറ്റവും പ്രവർത്തനവും കേരളത്തിലെ ജനമനസ്സിന്റെ അകത്ത് വെറുപ്പിന്റെ തൂലികയിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടുന്നത്, അദ്ദേഹം മുഖ്യമന്ത്രി ആയി വന്നതിന് ശേഷം ക്രമസമാധാന രംഗം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം പരിശോധിക്കുക. ഇതുപോലെ മാറി പൊളിച്ച് ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ഗവർണറെ ഇതുപോലെ അപമാനിക്കാൻ പാടുണ്ടോ? പരിശോധിക്കണം. ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ആ മുഖ്യമന്ത്രി പദത്തോട് അർഹതപ്പെട്ട ബഹുമാനം വേണ്ടേ? ആ ബഹുമാനം അദ്ദേഹം നടപ്പിലാക്കണ്ടേ? ഇവിടെ എല്ലാം തകരുകയാണ്. അഴിമതിയുടെ കൂത്തരംഗമാണ് നമ്മുടെ നാട്. പിണറായി വിജയന്റെ മകൾ ബാംഗ്ലൂരിൽ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് നിൽക്കുക. എക്സാലോജി കമ്പനിയുടെ അഴിമതിയെ കുറിച്ച് കേസ് വന്നിരിക്കുന്നു. ആ കേസ് എടുക്കരുത് എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരെങ്കിലും ആവശ്യപ്പെടുവോ എന്റെ കേസ് എടുക്കരുത് എന്ന്? കോടികൾ വാങ്ങി പണം ധൂർത്തടിക്ക് ഇന്ന് ജീവിക്കുന്ന പിണറായി വിജയന്റെ കുടുംബം, ആ കുടുംബം ഈ നാട് തകർക്കുകയാണ്. കാർഷിക രംഗത്തുള്ള അപകടകരമായ സാഹചര്യം, വ്യാവസായിക രംഗത്തുള്ള അപകടകരമായ സാഹചര്യം, KSRTC ബസ്സിലെ ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിട്ടു. അവർക്ക് ശമ്പളം കൊടുത്തില്ല. എല്ലാ വ്യാവസായിക സ്ഥാപനങ്ങളിലും സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായി. ഈ നാട് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെ പിടിച്ചെടുക്കാൻ സാധിക്കാതെ നിർനിമേഷനായി നോക്കി നിന്ന് പണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പിണറായി വിജയൻ മുമ്പോട്ട് പോവാണ്. എന്തുകൊണ്ടാണ് അകത്തു പോകാത്ത നിങ്ങൾ അറിയോ? BJPയുമായുള്ള അവിഹിത ബന്ധം, അന്തർധാര. അതുകൊണ്ടാണ് ജയിലിൽ പോകാത്തത്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ജയിലിലാവുള്ളത് ശിവശങ്കരൻ. എന്തിനാണ് ശിവശങ്കരൻ ജയിലിൽ പോയത്? സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടല്ല. അദ്ദേഹം ഭവന നിർമ്മാണ പദ്ധതിയിൽ നടത്തിയ കോടികളുടെ അഴിമതി, ആ അഴിമതി കേന്ദ്ര ഏജൻസി കേസെടുത്ത് അന്വേഷിച്ചപ്പോ 100% യാഥാർത്ഥ്യം. അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. ഇപ്പോ ജയിലിൽ കിടക്കുകയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയൻ ഒപ്പിട്ടാണ് ഫയൽ. പിണറായി വിജയൻ അറിയാതെ ശിവശങ്കരൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിണറായിക്കെതിരെ കേസില്ല. എന്തുകൊണ്ടാ കേസില്ലാത്തത്? അതൊന്നു മാത്രമല്ല, നേരത്തെ സെക്രട്ടറി പറഞ്ഞു നിങ്ങളോട്, സ്വപ്ന സുരേഷ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, സത്യവാങ്മൂലം, ഡോളർ കേസ്, സ്വർണ്ണ കേസ്, ഇതിനെല്ലാം തെളിവ് സഹിതം സ്വപ്ന സുരേഷ് അന്വേഷണ ഏജൻസിക്ക് കൊടുത്തിട്ട് പോലും ഒരു അന്വേഷണ ഏജൻസിയും പിണറായിക്കെതിരെ അന്വേഷിക്കാൻ തയ്യാറില്ല. എന്തുകൊണ്ടാ? BJPയുമായുള്ള അന്തർധാരയാണ്. കണ്ടില്ലേ, ഈ അടുത്ത ദിവസം കുനിഞ്ഞു നിന്ന്, ഹനുമാനെ പോലെ കുനിഞ്ഞു നിന്ന ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ കണ്ടില്ലേ? എത്ര വിനയത്തോടെയാണ് നമ്മുടെ ഈ ജാഥയുണ്ടല്ലോ, സമരാഗ്നി, ജനമനസ്സിലേക്ക് തീജ്വാല പരത്തുന്ന ഒരു സമരമായി നമ്മൾ മാറ്റിയാണ്. വികസനത്തിന് വേണ്ടി പോരാടുന്ന ഒരു ജനശക്തിയുടെ ഉദയത്തിന് നിങ്ങളിലേക്ക് ആവേശപൂർവം കടത്തിവിടുന്ന സമരാഗ്നി, അഗ്നിജ്വലിംഗം, അത് നിങ്ങളുടെ മനസ്സിന് കരുത്തു പകരണം. അതിലൂടെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ ടാർഗറ്റ് നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾ കോൺഗ്രസ് ഇന്ന് വളരെ മുൻപിലാണ് കേരളത്തിൽ. ഈ ജനാവലി മട്ടന്നൂരിൽ ആദ്യമല്ലേ? ഇത്രയും വലിയ ജനാവലി എന്തുകൊണ്ട് വന്നു? കോൺഗ്രസിലേക്ക് ആവേശപൂർവ്വം ആളുകൾ കടന്നു വരുന്നു. അതെല്ലാം ഇവിടെയും ഉണ്ട്. തൃശ്ശൂരിൽ ഞങ്ങൾ നടത്തിയ റാലി ചരിത്രമാണ്. കോഴിക്കോട് നടത്തിയ റാലി ചരിത്രമാണ്. വൈക്കം നടത്തിയ റാലി ചരിത്രമാണ്.
പുതിയ ആളുകൾ കുതിച്ചു വരിക നമ്മുടെ പാർട്ടിക്കകത്തേക്ക്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം സമരവീര്യം പകരാനുള്ള കരുത്താർജിക്കാൻ നമ്മുടെ ഈ സമരത്തിലൂടെ ഈ ജാഥയിലൂടെ യാത്രയിലൂടെ നിങ്ങൾക്ക് സാധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. 20 ഔട്ട് ഓഫ് 20 കേരളത്തിലെ 20 സീറ്റിൽ 20 നേടുക. അതാണ് കോൺഗ്രസിന്റെ UDFന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ പ്രിയമുള്ളവരെ ഒറ്റക്കെട്ടായി കോൺഗ്രസിന്റെ പിറകിൽ നിങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. നമസ്കാരം. ജയ്